അയ്യോ വാസു കട തുറന്നില്ലേ? വാടക വാങ്ങാൻ നടന്ന് കാലിന്റെ ചെരുപ്പ് തേഞ്ഞു അല്ലേ? ചേട്ടൻ വന്ന കാര്യം അറിഞ്ഞ് അവൻ മുങ്ങിയിട്ടുണ്ടാവും. ഇനി അവൻ കട തുറക്കില്ല. ഇനി എനിക്ക് വാടക വേണ്ട, കട ഒഴിഞ്ഞു തന്നാ മതി. അത് ശരി ചേട്ടാ. ഞാനൊരു സത്യം പറഞ്ഞു, നീ ഉടനെ അവളോട് ചോദിക്കൊന്നും വേണ്ട. കൈവിട്. അവളോട് ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് വേറെ കാര്യം. ഇക്കിളിയൂട്ടും പ്രായത്തിൽ അമ്മിണിക്കുട്ടിക്ക് പറ്റിയ ഒരു തെറ്റായിട്ട് കരുതിയാ മതി അനന്ത. വേറെ ബൈഫർക്കേഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ക്ഷമിച്ചൂടെ? ഇക്കാര്യത്തിൽ ക്ഷമിക്കാനാവില്ല. മാത്രമല്ല എനിക്ക് ആരുടെ ഉപദേശം ആവശ്യമില്ല. അനന്ത അനന്ത ഇന്ന് രണ്ട് പാത്രത്തിലാവും. എന്താ ഭാസ്കരേട്ടാ, പഴുത്തോ നോക്കുകയാണോ? എന്താ തിന്നണ? പത്രം വായിക്കേണ്ട ഏതാണ്ട് മന്ത്രിസഭയ്ക്ക് ഇവര് നടത്തുന്ന അനന്ത. തേങ്ങയിടലൊക്കെ കഴിഞ്ഞില്ലേ? ഒരു 50 തേങ്ങ എനിക്ക് ഇട്ടേക്കണം. ചായ കുടിച്ചിട്ട് പോയാ മതി. ഒരെണ്ണം കുടിക്കേ. വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങിയതാ. അമ്മണിക്കുട്ടി വന്നില്ലേ? ഇപ്പൊ എത്തും. മണി 4 ആയില്ലേ? കഴിഞ്ഞ മാസത്തെ തേങ്ങയുടെ കാശ് ഒരു 10 ദിവസത്തിനകത്ത് തരാട്ടോ. തേങ്ങയുടെ കാശ് ഒരു 10. കേട്ടു, ഒരു മാസത്തിനുള്ളിൽ തന്നാ മതി. എന്തൊരു നല്ല സ്വഭാവ. മോൻ നന്നായി വട നിന്നെ കടിച്ച. പുതിയ മാഷിന്റെ ക്ലാസ് മഹാഘോറ. എനിക്കിഷ്ടായില്ല. ഏയ് നല്ല ക്ലാസ്സാ, എനിക്കിഷ്ടപ്പെട്ടു. പോട്ടെ. എന്താണെന്തേട്ടാ, എന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുന്നേ? നിനക്കൊന്നും മനസ്സിലായില്ല അമ്മണിക്കുട്ടി? പഠിക്കാൻ വേണ്ടി തന്നെയാണോ നീ ക്ലാസ്സിൽ പോകുന്നത്? നിനക്കാരുമായോ നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താ? കുറച്ചു നാളായി ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്. തൽക്കാലം രഹസ്യമാക്കി വെക്കാന്ന് കരുതി. ഞാൻ പോട്ടെ. പിടി വിട്ടുപോയോ കുറുപ്പേ? അനന്ത, മക്കളെ, ചിങ്ങവനത്തുനിന്ന് വന്ന ആലോചനക്കാര് വീണ്ടും പ്രഭാകരനാരെ പറഞ്ഞു വിട്ടിരുന്നു. എത്ര പ്രാവശ്യം ഒന്ന് കണ്ട അവരെ ഇങ്ങനെ നടത്തുക? നീ ഒന്ന് സമ്മതം മൂളിയാ അടുത്ത മാസം തന്നെ കല്യാണം നടത്താമെന്ന് അവര് പറയുന്നത്. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, വാ. ഇപ്പൊ വേണ്ടമ്മേ, വിശപ്പില്ല. നിങ്ങൾ ആരെങ്കിലും നെടുമങ്ങാട് ഖാദർ എന്ന ഫയൽമാനെ പറ്റി കേട്ടിട്ടുണ്ടോ? കൊള്ളാം, കേട്ടിട്ടുണ്ടോ? നല്ല ചോദ്യം. തിരുനെൽവേലിക്കാരായ 3 മറവന്മാർ ഗുസ്തിക്കാരെ ഒറ്റയടിക്ക് മലർത്തിയടിച്ച് ആളല്ലേ ഖാദർ ഫയൽമാൻ? അതെ, ആ ഖാദർ ഫയൽമാനും ഞാനും കൂടി പണ്ട് പൊന്മുടിയിൽ വെച്ച് ഗോതയിൽ ഇറങ്ങി. ആ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം. ഒന്നും വ്യക്തമായിട്ട് കാണുന്നില്ല, രോമം ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ? വേണ്ട, ഞാൻ ഗോതയിലേക്ക് ചെല്ലുന്നു. ഖാദർ ഫയൽമാനും ഞാനും മുഖാമുഖം നോക്കുന്നു. ദേ കിടക്കണം. പിന്നെ 3-ാം ദിവസമാണ് ചേട്ടന് ഓർമ്മ വീണത്. ഇളയത് ഗുസ്തി. കൃഷ്ണ, എന്നിട്ട് ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? അല്ല, കുറച്ചും കൂടെ ബാക്കി. ഇനി പിന്നെ കുടിക്കാം. മോൻ ചെല്ല്. അല്ല, ചേട്ടന്റെ ഗുസ്തിയുടെ കാര്യം. ഇനി നീ ഇവിടെ നിന്നാൽ ഞാനും നീയും തമ്മിലായിരിക്കും ഗുസ്തി. ഓടാ. അല്ല ചേട്ടാ, കള്ളച്ചക്കൻ. എന്താ ഇവിടെ? 1 2 3 4 പഴുത്ത പഴം 14 എണ്ണം, പഴുക്കാത്ത 15. അങ്ങനെ ഗുസ്തി അങ്ങോട്ട് തുടങ്ങേ.
കേട്ടോ. എന്റെ മുമ്പിൽ ആദ്യമായി അടിയറവ് പറയേണ്ടി വന്ന ഖാദർ പിന്നെ ജീവിതകാലം ഗുസ്തി പിടിച്ചിട്ടില്ല. പാവം ഖാദർ ഫൈൽമാൻ, അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ ഭാസ്കരൻ ചേട്ടനോട് ഗുസ്തി പിടിക്കാൻ? അവസാനം എണ്ണത്തോണി കിടന്ന് ശ്വാസം മുട്ടി ചത്ത് കാണൂല്ലേ? അത് തന്നെയാണ് സംഭവിച്ചത്. ആ നായര് പറഞ്ഞു ശരിയാ. പക്ഷേ ഗുസ്തി ഇവിടെയല്ല, പേർഷ്യയിൽ. ഈ രണ്ട് കൈക്കും മുറയിട്ടിട്ട് ഇങ്ങനെ ബലൂൺ മഴ ഉണ്ടാവും. അതിട്ട് മുഖത്ത് ഡിഷും 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 ഡിഷും. എങ്ങനെ രണ്ട് കൈമ ഉറയിട്ടിട്ട് ടിഷിൻ ടിഷിൻ തങ്ങളുണ്ടോ? ആ കണ്ടിട്ടുണ്ടോന്ന് പറയടോ, പറയടോ, പറയേ. ആലോചിക്കാനുള്ള സമയം എന്താ? പറ. എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അങ്ങനെ അവിടെ വിശ്വസിച്ചാൽ നിങ്ങളെന്താണ്ട് വെറുതെ കയ 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 ചിരിക്കുന്നത്? പിന്നെ ഞങ്ങൾ രണ്ടാളും പറയുന്നത് വിശ്വസിച്ചാൽ മതി. അതിനപ്പുറം ഇങ്ങോട്ട് പറയുമ്പോൾ ചിരിക്കും വേണ്ട കേട്ടാ. അങ്ങനെയുള്ളത് മാത്രം എന്റെ കടയിലേക്ക് വന്നാൽ മതി. എന്റെ കടയിലേക്ക് വന്നാ മതി. പറഞ്ഞു കേട്ടില്ലേ? ഇനി കടം വെക്കാൻ വരണ്ട. അങ്ങോട്ട് വരണ്ട കടം വാങ്ങിക്കേ. ആ. ഞാൻ ഒരു ചായ, പിന്നെ ഇന്നലത്തെ ഒരു വടയും എടുത്തോളൂ. ഇന്നലത്തെ ഇന്നത്തെ അനന്തേട്ടാ, ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടെല്ലാം തെരഞ്ഞു. എന്നോട് പിണക്കാ? എന്നെ ഈ വളത്തിലിരുത്തി അക്കരെ ഇക്കരെ കൊണ്ടുപോകാമോ? ഏയ്, അല്ലെങ്കിൽ വേണ്ട. അനന്തേട്ടൻ ഇവിടെ ഇരുന്നോ, ഞാൻ തുഴയാം. ഒന്നും പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന്? അനന്തേട്ടാ, കാര്യായിട്ട പിണക്കം? ഞാൻ പോണു. അമ്മണിക്കുട്ടി, നീ എന്തിനാ ഇത്രയും കാലം എന്നോട് സ്നേഹം നടിച്ചത്? ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. നിനക്കറിയോ നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? ഒറ്റ ദിവസം കൊണ്ട് നീ എന്നെ തകർത്ത് കളഞ്ഞല്ല മോളെ. അനന്തേട്ടൻ എന്തായി പറയുന്നത്? സത്യം പറ, നീ ആരെയാ സ്നേഹിക്കുന്നത്? അല്ല, ഈ ട്യൂട്ടോറിയൽ കോളേജില് ഓട്ട മത്സരം. അപ്പൊ ഞാൻ അമ്മിണിക്കുട്ടിയെ ഈ കോച്ചിങ്. നീ ആര്? കോച്ച് കുട്ടിയാ? ഹേയ്, കുട്ടിയൊന്നും അല്ല. റപ്പായി മാപ്പിളക്ക് അറിയില്ലേ? കുറുപ്പ്, അനന്തക്കുറുപ്പ്. ആ മതി മതി, ഓടി നടക്കുന്ന കൊള്ളാം. എങ്ങും തട്ടി വീണ് കൈയും കാലും ഓടിക്കരുത്. ഓ, പൊയ്ക്കോ.